CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു. മന്ത്രിമാരെക്കുറിച്ച് ഏകദേശ ധാരണയായി. അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുന്നു. ദിനകർ, നമുക്ക് ലഭിക്കുന്ന സാധ്യത പട്ടിക എന്താണ്? ഇനി സംസ്ഥാന സമിതിയുടെ അംഗീകാരം കൂടി ലഭിക്കേണ്ട അന്തിമ തീരുമാനം ഉണ്ടാകാൻ? അരുൺ, തീർച്ചയായും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചിരിക്കുന്നു. മന്ത്രിമാരെ സംബന്ധിച്ച് പരിഗണനയിലുള്ള മന്ത്രിമാരുടെ പേരുകൾ, മന്ത്രിമാരായി പരിഗണിക്കുന്നവരുടെ പേരുകൾ ഇവയാണ്: തോമസ് ഐസക്, EP ജയരാജൻ, AK ബാലൻ, KK ശൈലജ, TP രാമകൃഷ്ണൻ, G സുധാകരൻ, KT ജലീൽ, മേഴ്സിക്കുട്ടിയമ്മ, AC മൊയ്തീൻ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ പരിഗണനയിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ ശ്രീരാമകൃഷ്ണൻ്റെ പേര് സ്പീക്കറായി പരിഗണിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം നാളെ സംസ്ഥാന കമ്മിറ്റി ചേർന്ന ശേഷം മാത്രമാവും കൈക്കൊള്ളുക എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. 12 പേരായിരിക്കും മന്ത്രിസഭയിൽ ഉണ്ടാവുക. അതനുസരിച്ച് 2 പേരെ കൂടി നമ്മൾ പറഞ്ഞതിനപ്പുറം 2 പേരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തും എന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇന്ന് LDF യോഗം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാളെ സംസ്ഥാന കമ്മിറ്റി CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മന്ത്രിമാരുടെ പേരുകൾ അവതരിപ്പിച്ച് സംസ്ഥാന കമ്മിറ്റിയുടെ കൂടി അംഗീകാരത്തോടെയാവും ഔദ്യോഗികമായി പട്ടിക പ്രസിദ്ധീകരിക്കുക. പേര് ഞാൻ ഒന്നുകൂടി വായിക്കാം. മുഖ്യമന്ത്രിയായി പിണറായി വിജയനെ കഴിഞ്ഞ ദിവസം പാർട്ടി പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് ബാക്കിയുള്ള മന്ത്രിമാരായി പരിഗണിക്കുന്നവരുടെ പേരുകൾ ഇവയാണ്: ഡോക്ടർ TM തോമസ് ഐസക്, EP ജയരാജൻ, AK ബാലൻ, KK ശൈലജ, TP രാമകൃഷ്ണൻ, G സുധാകരൻ, KT ജലീൽ, മേഴ്സിക്കുട്ടിയമ്മ, AC മൊയ്തീൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. സ്പീക്കറായി ശ്രീരാമകൃഷ്ണനെയും പരിഗണിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം LDF യോഗം ചേരുന്നുണ്ട്. LDF യോഗത്തിൽ ഘടകകക്ഷികൾക്ക് നൽകേണ്ട വകുപ്പുകൾ സംബന്ധിച്ചും മന്ത്രിമാരെ അല്ലെങ്കിൽ എത്ര മന്ത്രിസ്ഥാനങ്ങൾ നൽകണം എന്നത് സംബന്ധിച്ചും തീരുമാനം കൈക്കൊള്ളും. CPIക്ക് 4 മന്ത്രിസ്ഥാനങ്ങൾ നൽകാനാണ് സാധ്യത. അതോടൊപ്പം തന്നെ NCP, ജനതാദൾ, കോൺഗ്രസ് എന്നീ പാർട്ടികൾക്ക് ഓരോ മന്ത്രിമാർ വീതവുമാവും നൽകുക. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന കൗൺസിലും നാളെ യോഗം ചേരുന്നുണ്ട്. CPI മന്ത്രിമാരെ സംബന്ധിച്ച് നാളെ ഏകദേശം ധാരണയിൽ എത്തും. അതോടൊപ്പം തന്നെ NCPയുടെയും ജനതാദളിൻ്റെയും കോൺഗ്രസിൻ്റെയും മന്ത്രിമാരെ സംബന്ധിച്ചും ഇന്നും നാളെയുമായി തീരുമാനം ഉണ്ടാകും. 25-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം മന്ത്രിമാരും ഒന്നിച്ചാവും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുക. അരുൺ, KG ദിനകറാണ് ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകിയത്. LDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്കായി തലസ്ഥാനം ഒരുങ്ങുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ വൻ ബഹുജന പങ്കാളിത്തത്തോടെ നടത്തുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനായി ഒരുക്കങ്ങൾ തുടങ്ങി. ബുധനാഴ്ച വൈകിട്ട് 5-നാണ് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ജനപക്ഷ സർക്കാർ അധികാരത്തിലേറുമ്പോൾ സാക്ഷികളാകാൻ പരമാവധി ജനങ്ങൾക്ക് അവസരമൊരുക്കാൻ വേണ്ടിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ സാധാരണ രാജ്ഭവൻ അങ്കണത്തിലാണ് നടക്കാറ്. എന്നാൽ 2006-ൽ VS അച്യുതാനന്ദൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത് തലസ്ഥാനത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ പൊതുജനങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു. പുതിയ LDF മന്ത്രിസഭയും ആ മാതൃക പിന്തുടരുകയാണ്. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ബുധനാഴ്ച സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് P സദാശിവം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി വൻ ജനാവലിയാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തുക. 50,000-ഓളം പേർക്ക് ചടങ്ങ് വീക്ഷിക്കുന്നതിനുള്ള സൗകര്യമാണ് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരുങ്ങുന്നത്. വേദിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം പുതിയ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരവേൽക്കാൻ സെക്രട്ടേറിയറ്റും ഒരുങ്ങുന്നു. ഉമ്മൻചാണ്ടിയും മുൻ മന്ത്രിമാരും ഓഫീസുകൾ ഒഴിഞ്ഞതോടെ അവിടെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. NCPയുടെ മന്ത്രിയെ നാളെ അറിയാമെന്ന് NCP നേതാവ് പ്രഫുൽ പട്ടേൽ. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപനമുണ്ടാകും. NCPക്ക് ഉചിതമായ വകുപ്പ് നൽകണമെന്ന് പിണറായിയോട് ആവശ്യപ്പെടുമെന്നും പ്രഫുൽ പട്ടേൽ പറഞ്ഞു. I will. Of course, we have 2 MLAs. We have to make from our MLAs only. And as I said, we have discussed amongst ourselves. I will be going back to Delhi today, reporting to our party president. And after that, by tomorrow, I will be sending a communication to the LDF leadership as to our nominee for the government. കേരളത്തെ വിഴുങ്ങാനായി വാവിളർന്നു നിൽക്കുന്ന വിഷപ്പാമ്പിന്റെ പിടിയിൽ നിന്നും ഭാവി തലമുറയെ രക്ഷിക്കാൻ കേരളത്തിൽ ഇടതുഭരണം വരേണ്ടത് അനിവാര്യമായിരുന്നുവെന്ന് VS അച്യുതാനന്ദൻ. ദേശീയ തലത്തിൽ വർഗീയതയ്ക്ക് എതിരെ സന്ധിയില്ലാ പോരാട്ടം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സമരശക്തി നിലനിർത്താനും കേരളത്തിലെ ഇടതു വിജയം അനിവാര്യമായിരുന്നു. അഴിമതിക്കും വർഗീയതയ്ക്കുമെതിരായ പോരാട്ടങ്ങൾ തുടരും. തെരഞ്ഞെടുപ്പിനിറങ്ങിയത് ചരിത്രപരമായ കടമ നിറവേറ്റാനാണ്. നിറവേറ്റിയത് സമൂഹത്തോടും പാർട്ടിയോടും ജനങ്ങളോടുമുള്ള കടമയാണെന്നും VS തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദീകരിക്കുന്നു.
സംസ്ഥാന ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്ത്. തന്റെ തോൽവിക്ക് പിന്നിൽ ജില്ലാ സംസ്ഥാന നേതാക്കളെന്ന് ശോഭാ സുരേന്ദ്രൻ. ഇക്കാര്യങ്ങൾ ഉന്നയിച്ച് ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് പരാതി നൽകി. ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിലും വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടാക്കാനാവാത്തതിനു പുറകെ ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിൽ തർക്കം രൂക്ഷമാവുകയാണ്. പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച തന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ ബി.ജെ.പി. നേതാക്കൾ തന്നെ ശ്രമിച്ചെന്ന പരാതിയുമായി ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ശോഭ ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് പരാതി നൽകി. മുൻ സംസ്ഥാന അധ്യക്ഷനും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനുമായ വി മുരളീധരനും ബി.ജെ.പി. പാലക്കാട് ജില്ലാ അധ്യക്ഷൻ സി കൃഷ്ണകുമാറും ചേർന്ന് തന്നെ തോൽപ്പിക്കാൻ ചരട് വലിച്ചെന്നാണ് പരാതി. ഒരു മദ്യവ്യവസായിയെ കൂട്ടുപിടിച്ചായിരുന്നു ഈ നീക്കമെന്നും പരാതിയിൽ പറയുന്നു. ബി.ജെ.പി. ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലടക്കം താൻ പുറകോട്ട് പോയി. മിക്കയിടങ്ങളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് പോലും ലഭിച്ചില്ല. സംസ്ഥാന ജില്ലാ നേതാക്കൾ ചേർന്ന് യു.ഡി.എഫ്. സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിന് വോട്ട് മറിക്കുകയായിരുന്നുവെന്നും ശോഭാ സുരേന്ദ്രൻ അമിത്ഷായ്ക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. പാലക്കാട് ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നതിനെതിരെ ജില്ലാ നേതൃത്വത്തിൽ നിന്നും നേരത്തെ തന്നെ പ്രതിഷേധമുയർന്നിരുന്നു. ശോഭയെ ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് ജില്ലാ നേതൃത്വം പ്രതിഷേധം പരസ്യമാക്കുകയും ചെയ്തു. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി ആദ്യം പരിഗണിച്ച സി കൃഷ്ണകുമാറിനെ മാറ്റിയതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. തെരഞ്ഞെടുപ്പിൽ തോറ്റ മറ്റു ചില നേതാക്കൾക്കും സമാന രീതിയിലുള്ള പരാതിയുണ്ടെന്നാണ് സൂചന. ഇതോടെ ബി.ജെ.പി. സംസ്ഥാന നേതൃത്വത്തിൽ നേരത്തെയുണ്ടായിരുന്ന ചേരിപ്പോര് തെരഞ്ഞെടുപ്പിന് ശേഷം രൂക്ഷമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ദില്ലിയിലെ CPM ആസ്ഥാനത്തേക്ക് ബി.ജെ.പി. പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. ബി.ജെ.പി. പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർത്തു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് സല്ലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, മറ്റ് വിശദാംശങ്ങൾ. അരുൺ, ഡൽഹിയിലെ CPM ആസ്ഥാനമായ AKG ഭവനിലേക്ക് 11 മണിയോടുകൂടിയാണ് ബി.ജെ.പി. പ്രവർത്തകർ എത്തിയത്. മാർച്ച് നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് പോലീസ് ബാരിക്കേഡുകളൊക്കെ ഉയർത്തി. പക്ഷേ ഈ പ്രവർത്തകർ എത്തിയതോടെ പോലീസ് പിൻവാങ്ങി. ഇവർ പോലീസ് സാന്നിധ്യത്തിൽ തന്നെ പ്രവർത്തകർ ഓഫീസിന് മുമ്പിലും റോഡിലും ഒക്കെ അഴിഞ്ഞാടി AKG ഭവന്റെ ബോർഡുകൾ ബി.ജെ.പിക്കാർ തല്ലി തകർക്കുകയും ചെയ്തു. ആക്രമണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് ബി.ജെ.പിയുടെ ദില്ലി സംസ്ഥാന അധ്യക്ഷൻ സതീഷ് ഉപാധ്യായ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ബാരിക്കേഡുകളൊക്കെ എടുത്തെറിഞ്ഞു. പിന്നെ പ്രവർത്തകരെ നിയന്ത്രിക്കാനോ ഇവരെ വിരട്ടി ഓടിക്കാനോ ഒന്നും പോലീസ് തയ്യാറായില്ല. പ്രവർത്തകരാകട്ടെ ഈ കേരളത്തിനെതിരെ CPM-നെതിരെ മുദ്രാവാക്യം വിളികളുണ്ടായിരുന്നു. നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ അസഭ്യം പറഞ്ഞുള്ള ബോർഡുകളും ഫ്ലെക്സുകളും ഒക്കെ ഉയർത്തിയാണ് ഇവർ എത്തിയത്. തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ CPM ആക്രമണം നടത്തുന്നു ആരോപിച്ചായിരുന്നു ഈ പ്രകടനവും അതിക്രമവും ഒക്കെ. എന്തായാലും 2 മണിക്കൂറോളം AKG ഭവനിലെ ബോർഡുകളൊക്കെ തല്ലി തകർത്തതിന് ശേഷമാണ് ബി.ജെ.പി. പ്രവർത്തകർ പിൻവാങ്ങിയത്. അതിനുശേഷം CPM പോളിറ്റ് ബ്യൂറോ ഇതിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. കേരളത്തിൽ CPM ജനാധിപത്യപരമായി നേടിയ വിജയം അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ബി.ജെ.പി. നടത്തുന്നതെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുകയും ചെയ്തു. സന്തോഷ് സല്ലിംഗ് ആണ് വിവരങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്. ജനവിധി അംഗീകരിക്കാൻ ബി.ജെ.പി. തയ്യാറാവുന്നില്ല എന്നതിന്റെ സൂചനയാണ് AKG ഭവന് നേരെയുള്ള ആക്രമണമെന്ന് സീതാറാം യെച്ചൂരി. ബി.ജെ.പി. ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നിർത്തണം. പ്രചണ്ഡമായ പ്രചരണം നടത്തിയിട്ടും കേരളം ബി.ജെ.പിയെ തള്ളിക്കളഞ്ഞു. ബി.ജെ.പി. നടത്തുന്നത് ജനവിധിക്കെതിരായ ആക്രമണമാണെന്നും സീതാറാം യെച്ചൂരി ദില്ലിയിൽ പറഞ്ഞു. In a victory procession on the 19th, when the results were announced in Kerala, they attacked a victory procession, throwing bombs and killing one of our comrades. 4 were very severely injured, and this happened all across the state of Kerala, that the BJP is simply just not willing to accept the democratic verdict of the people of Kerala. And it is their complete lack of respect and faith in the democratic process, which is again reflected today. അടിയന്തരാവസ്ഥയിലെ പോലീസ് മർദ്ദനം പിണറായിക്ക് നൽകിയത് അസാമാന്യ കരുത്താണെന്ന് AK മൂസ മാസ്റ്റർ. കണ്ണൂർ SN കോളേജിൽ കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന മൂസ മാസ്റ്റർ പിണറായിയുമായി ഇന്നും ഏറെ അടുപ്പം പുലർത്തുന്ന വ്യക്തിയാണ്. പിണറായി വിജയനെ ജയിലിൽ നിന്ന് പരിശോധനയ്ക്കായി കണ്ണൂരിലെ മൂപ്പൻസ് ക്ലിനിക്കിൽ എത്തിച്ചപ്പോഴാണ് മൂസ മാസ്റ്ററെ ഇന്നും വേദനിപ്പിക്കുന്ന രംഗം കാണാനിടയായത്. അന്ന് കണ്ണൂർ തോട്ടട ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപകനായ മൂസ മാസ്റ്റർ പരിശോധനയ്ക്കായി ക്ലിനിക്കിൽ എത്തിയതായിരുന്നു. ട്രക്ക് പോലുള്ളൊരു വണ്ടിയിലാണ് ജയിലിൽ നിന്ന് ഭീകരമർദ്ദനത്തിനിരയായ പിണറായിയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നത്. പോലീസുകാർ അദ്ദേഹത്തെ എക്സ്റേ റൂമിലേക്ക് കയറ്റി. അപ്പോൾ അകത്തേക്ക് കയറുന്ന വാതിലിന് അഭിമുഖമായിട്ടാണ് അദ്ദേഹത്തെ കിടത്തിയപ്പം കാല് വന്നത്. അപ്പോൾ കാലിൻ്റെ അടിയാണ് കണ്ടത്. സാധാരണ നമ്മുടെയൊക്കെ കാല് ഉള്ളംകാല് ഉള്ളോട്ട് കുഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക. ഇത് പുറത്തോട്ട് ബൾജ് ചെയ്ത് നിൽക്കുകയാണ് 2 കാലം.
അപ്പോൾ തന്നെ ഇത് രൂക്ഷമായ മർദ്ദനമാണെന്ന് മനസ്സിലായി. ഞാൻ അവിടെ തന്നെ ഇരുന്നു. എക്സ്റേ കഴിഞ്ഞ് പുറത്തിറങ്ങി കൊണ്ടുപോകുമ്പോൾ കാണുന്നത് ഒരു കാല് തീരെ നിലത്ത് വെക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എല്ലോ മറ്റോ പൊട്ടിയിട്ടുണ്ടാവുന്നതാണ്. വളരെ അവശനായിരുന്നു. ആ രംഗം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇനി ഇദ്ദേഹത്തിന് തിരിച്ച് ഒരു ആരോഗ്യത്തിലേക്ക് വരാൻ പറ്റില്ല എന്ന് പൂർണ്ണമായും. പരിശോധനയ്ക്കു ശേഷം വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ച ഡോക്ടറുടെ ഇടപെടൽ നിർണായകമായിരുന്നെന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. ഭീകരമർദ്ദനത്തിൽ നിന്ന് ലഭിച്ച പിണറായിയുടെ മനക്കരുത്ത് തലശ്ശേരി കലാപവേളയിലും കണ്ടതായി മൂസ മാസ്റ്റർ പറയുന്നു. പ്രതികൂലമായ ഏത് കാലാവസ്ഥയും അതിജീവിക്കാൻ പറ്റും. ഇതിനപ്പുറം ഒരു പ്രതികൂല കാലാവസ്ഥ ഉണ്ടാവേണ്ടതില്ലല്ലോ. തലശ്ശേരി കലാപം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അന്ന് പിണറായി ഇറങ്ങിയത് നമുക്കുണ്ടായ ആത്മവിശ്വാസം അതിഭയങ്കരമായിരുന്നു. അപ്പോൾ എനിക്ക് വന്ന് പിണറായിയുടെയോ പാർട്ടിയോ നിർദ്ദേശമൊന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മുസ്ലിംസും ഹിന്ദുസും ഒക്കെ ഉണ്ടാവുമല്ലോ, അതിനെതിരായിട്ട് ഈ പുറത്ത് റോന്തി ഈറ്റാൻ വേണ്ടി കാവൽ നിൽക്കുമ്പോൾ പാർട്ടി കൊടുത്ത നിർദ്ദേശം മുസ്ലിമായ കമ്മ്യൂണിസ്റ്റുകാരെ മാറ്റിവെച്ചിട്ട് ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാരോട് മുമ്പൻ തിരിഞ്ഞ് സംരക്ഷണം നടത്തിയെടുക്കാനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വിശദീകരണം ആ കാലത്ത് ചോദിച്ചിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് RSSകാർ ആക്രമിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു മുസ്ലിമിനെ ഒരേ സമയത്ത് കൊല്ലപ്പെട്ട് കിട്ടിയാൽ അവർ ജയിച്ചു. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ആക്രമണത്തിന് വിധേയരാക്കാതെ സംരക്ഷിക്കുന്നതെന്നാണ് പറഞ്ഞത്. അത്രത്തോളം ജാഗ്രതയോടെയാണ് പാർട്ടി അന്ന് പ്രവർത്തിച്ചത്. പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കരുത്തു പകർന്ന വീര്യവുമായാണ് പിണറായി വിജയൻ കേരളത്തിന്റെ ഭരണ നേതൃത്വം ഏറ്റെടുക്കുന്നതെന്ന് ചുരുക്കം. പോലീസിന്റെ മൂന്നാം മുറയിൽ പരിക്കേറ്റ് ചോര പുരണ്ട ഷർട്ടുമായി കേരള നിയമസഭയിൽ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ഇന്നും സഭാചരിത്രത്തിന്റെ ഭാഗമാണ്. AK ലതീഷ്, പാലക്കാട്. CPM സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ സംഘടനയ്ക്കകത്തും പുറത്തും ഏറ്റവും അധികം പ്രതിസന്ധികൾ നേരിട്ട വ്യക്തിയാണ് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടി ശിഥിലമാകാതെ സംരക്ഷിക്കാൻ പിണറായി അസാമാന്യമായ നേതൃപാടവുമാണ് പുലർത്തിയത്. കാർക്കശ്യം, നിശ്ചയദാർഢ്യം, കൃത്യനിഷ്ഠ, അതാണ് പിണറായി വിജയൻ. 1998 സെപ്റ്റംബർ 25 സംസ്ഥാന സെക്രട്ടറിയായി ചുമതല ഏറ്റെടുക്കുമ്പോൾ തന്നെ ഭരണപാഠവും തെളിയിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹം. നീണ്ട 16 വർഷം സെക്രട്ടറി പദവിയിലിരുന്ന് ഏറ്റവുമധികം മാധ്യമവിചാരണ നേടേണ്ടി വന്നിട്ടുണ്ട് ഈ ഉരുക്കു മനുഷ്യന്. പിണറായി സെക്രട്ടറി പദം ഏറ്റെടുക്കുമ്പോൾ പാർട്ടിയിൽ വിഭാഗീയത മൂർച്ഛിച്ചിരുന്നു. പിണറായി എന്ന നേതാവിന്റെ സംഘടനാ മികവ് തെളിയിക്കപ്പെട്ട വർഷങ്ങളായിരുന്നു പിന്നീട് കേരളം കണ്ടത്. പാർട്ടിയിലെ വിഭാഗീയത ഇല്ലാതാക്കാനും പാർട്ടിക്കെതിരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി നേരിടാനും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വേരോട്ടം ആഴത്തിലാക്കാനും കഴിഞ്ഞു ഈ പിണറായിക്കാരന്. കേവലം 2 വർഷം മാത്രമേ മന്ത്രിസ്ഥാനത്തിരുന്നുള്ളൂവെങ്കിലും മികച്ച ഭരണാധികാരി എന്ന സൽപ്പേരിനും ഉടമയായി പിണറായി വിജയൻ. മന്ത്രിയായിരുന്നപ്പോഴും സെക്രട്ടറിയായിരുന്നപ്പോഴും തനിക്ക് ഇഷ്ടമില്ലാത്തത് തുറന്നു പറയാനുള്ള ആർജവും ശരിയെന്ന് തോന്നുന്നത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനും മടി കാണിച്ചില്ല ഇദ്ദേഹം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ്. അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഒരു മികച്ച ഭരണാധികാരി എന്ന നിലയ്ക്കാണ്. ഭരണാധികാരി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഭരണമുണ്ട്, അധികാരമുണ്ട്. ആ ഭരണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒരു ഐക്യം ഉണ്ട്. ആ ഐക്യം സമർത്ഥമായി അങ്ങേയറ്റം മികവോടെ ഉപയോഗിക്കാനുള്ള ശേഷിയാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ മികച്ച ഒരു ഭരണാധികാരി ആക്കുന്നത്. അരനൂറ്റാണ്ട് കവിഞ്ഞ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പാർട്ടി നിലപാടുകളായിരുന്നു പിണറായിയുടെ ജീവിതം. കേരളത്തിന്റെ വികസനത്തിനായി നിരവധി കർമ്മ പദ്ധതികളാണ് LDF തയ്യാറാക്കിയിട്ടുള്ളത്. വൈദ്യുതി, ഭക്ഷണം, പാർപ്പിടം, തൊഴിൽ, വികസനം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെല്ലാം സ്വന്തം കൈപ്പട ചാർത്തുന്ന പദ്ധതികളുമായിട്ടാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് നടന്നു കയറുന്നത്. നിശ്ചയദാർഢ്യത്തോടെ, കൃത്യനിഷ്ഠയോടെ കേരള ജനത ഏൽപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കം മൂർച്ഛിക്കവേ KPCC നിർവാഹക സമിതി യോഗം നാളെ നടക്കും. KM മാണിയെയും PK കുഞ്ഞാലിക്കുട്ടിയെയും കൂട്ടുപിടിച്ച് ഉമ്മൻചാണ്ടിയെ പ്രതിപക്ഷ നേതാവാക്കാനാണ് A ഗ്രൂപ്പിന്റെ നീക്കം. എന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന സന്ദേശം രമേശ് ചെന്നിത്തല പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. അതേസമയം I ഗ്രൂപ്പിൽ ഭിന്നതയുണ്ടാക്കാനുള്ള നീക്കവും A ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതൃസ്ഥാനത്തിനായി അവകാശവാദമുന്നയിക്കാൻ 12 MLA-മാരുടെ പിന്തുണ രമേശ് ചെന്നിത്തല ഉറപ്പിച്ചിട്ടുണ്ട്. 8 MLA-മാർ മാത്രമാണ് ഉമ്മൻചാണ്ടിയോട് കൂറുപുലർത്തുന്നത്. PT തോമസിന്റെയും VT ബൽറാമിന്റെയും കാര്യത്തിൽ A ഗ്രൂപ്പിൽ തന്നെ സംശയവുമുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ A ഗ്രൂപ്പിനൊപ്പം I ഗ്രൂപ്പിലെ ചിലർക്കും താൽപര്യമില്ല. ഈ സാഹചര്യത്തിലാണ് ഘടകകക്ഷികളെ ഒപ്പം നിർത്തി ഉമ്മൻചാണ്ടിയെ തന്നെ പ്രതിപക്ഷ നേതാവാക്കാൻ A ഗ്രൂപ്പ് നീക്കം നടത്തുന്നത്. എന്നാൽ പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഘടകകക്ഷികളെ ഇടപെടിക്കേണ്ടെന്ന നിലപാടാണ് KPCCക്കെന്ന് I ഗ്രൂപ്പ് വ്യക്തമാക്കും. അതേസമയം പരാജയത്തിൽ KPCC അധ്യക്ഷൻ VM സുധീരനുള്ള പങ്കിൽ AI ഗ്രൂപ്പുകൾക്ക് പരാതിയുണ്ട്. പാർട്ടിയിൽ നേതൃമാറ്റം വേണമെന്നുവരെ AI ഗ്രൂപ്പുകൾ ആവശ്യപ്പെട്ടേക്കും. അതിനാൽ തന്നെ നാളെ നടക്കുന്ന KPCC നിർവാഹക സമിതി യോഗം നിർണായകമാവും. നാളെ രാവിലെ 10-ന് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിലാണ് യോഗം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.